അപ്പം ഗ്യാമ്പിറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. അതെ, ഒരാഴ്ചയായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ആ ഒരാഴ്ചത്തെ കാരണം എന്താണെന്നും പറഞ്ഞുതരാം. ഇതിനും എല്ലാം റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആണ് ഇത് വരുന്നത്. മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വേറൊന്നുമല്ല, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. മടി മനുഷ്യനെ ഇല്ലാതാക്കും. അതെ, ആ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഒരാഴ്ച അത് തന്നെയാണ് കാരണം. മടി തന്നെ. കുറേ മടിയായിപ്പോയി. നമ്മൾ ഒന്ന് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനോ എല്ലാ അവശതയും. പിന്നെ ബെഡിൽ തന്നെ ആയിരുന്നു കുറേ നാൾ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ എന്താണ് ഈ മടി മാറ്റാനുള്ളൊരു ഒരു മാർഗം എന്ന് കണ്ടെത്തി കുറേ സെർച്ച് ചെയ്തു. യൂട്യൂബിൽ, ഇൻസ്റ്റഗ്രാമിൽ ഓരോ വീഡിയോസ് കണ്ടു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വെച്ച് നോക്കിയപ്പോൾ ഒരു 5 പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 5 പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ മടിയെല്ലാം മാറ്റും. ഇപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ കൂടിക്കോ, നമുക്ക് എല്ലാവർക്കും മടി മാറ്റാം. നല്ല അടിപൊളിയാണ്. ഒരു 3 ദിവസമായിട്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ അത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് 5 കാരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിലെ ഫസ്റ്റ് പോയിൻ്റാണ് റിമൂവ് യുവർ ഡിസ്ട്രാക്ഷൻസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ ഫോണ്, TV, അല്ലെങ്കിൽ ബെഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മടി കൂട്ടാൻ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഫോൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ ആദ്യം ഒന്ന് റിമൂവ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് വലിയതായിരുന്നല്ല, കുറച്ച് നേരത്തേനൊന്ന് മാറ്റി വെക്കുക, കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക, എന്നിട്ട് പുറത്തോട്ടൊക്കെ നിൽക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. അത് നിങ്ങളൊന്ന് ആദ്യം ഒന്ന് മാക്സിമം അത് ചെയ്യാൻ നോക്കുക. പറ്റത്തില്ലായിരിക്കും കുറേ പേർ, പക്ഷെ അത് മാക്സിമം ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റാണ് ഓർഗനൈസ് യുവർ ഡേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് നമ്മൾ രാത്രിയിൽ അത് എഴുതി വെക്കുക. ഒരു പോയിന്റ് പോലെ എഴുതി വെക്കുക. നാളെ ഇതാണ് ചെയ്യാനുള്ളത്, നാളെ ഇവിടെ പോകണം, അവിടെ പോകണം, അത് ചെയ്യണം, അല്ലെങ്കിൽ ജോലിക്ക് പോകണം, രാവിലെ എഴുന്നേൽക്കണം, ഇത്ര മണിക്ക് എഴുന്നേൽക്കണം എന്നെല്ലാം പറഞ്ഞ് ഒരു ബുക്കിനകത്ത് നോട്ട് ചെയ്യുക, പോയിന്റായിട്ട്. അത് ചെയ്യുന്നത് നമുക്ക് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്താണ് ചെയ്യേണ്ടത് എളുപ്പം ചെയ്ത് തീർക്കാൻ പറ്റും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഓരോന്ന് ടിക്കറ്റ് വെക്കുക. അത് വളരെ ഒരു നല്ല കാര്യമാണ് കേട്ടോ. ഞാനത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബോറടിക്കുന്നില്ല, ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ. അത് നല്ലൊരു സംഭവമാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെയാണ് ബ്രേക്ക് ദ ലാർജ് ടാസ്ക്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയൊരു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മാസത്തെ തുണി അലയ്ക്കാനുണ്ട് നമുക്ക്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പം ഒരുമിച്ച് നമ്മൾ കഴിയാതിരുന്നു കഴിഞ്ഞാൽ നല്ല ടൈം എടുക്കും. അത് ഭയങ്കര എഫേർട്ട് ചെയ്യും, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, കുറേ സമയം പോകും. വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യമില്ല. ഇപ്പോൾ കുറേ സമയം പോകും. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇന്ന് ഇടാനുള്ളത് അല്ലെങ്കിൽ നാളെ ഇടാനുള്ളത്, പിന്നെ പുറത്ത് പോകാനൊരു ജോലി, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അതൊരു ഉദാഹരണമാണ്. അപ്പോൾ അതുപോലെ എന്ത് വലിയ ടാസ്ക് ഉണ്ടെങ്കിലും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാക്കി തീർക്കാൻ നോക്കും പെട്ടെന്ന്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓരോന്നും ഞാൻ പറയാം. ഇത് നല്ല അടിപൊളിയാണ്. ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ അത് മാക്സിമം ചെയ്യാൻ നോക്കുക. അപ്പോൾ നാലാമത്തെ പോയിന്റാണ് തിങ്ക് പോസിറ്റീവ്ലി. അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതായത് ഇപ്പോൾ ഒരു പുറത്തോട്ട് പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നമ്മൾ ജോബിൻ്റെ വേക്കൻസിക്ക് ഇൻ്റർവ്യൂവിനോ എല്ലാം പോകുകയാണെങ്കിൽ നമ്മൾ സാധാരണ കിട്ടുമോ ഇല്ലയോ, ഞാൻ കോൺഫിഡൻസ് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. കിട്ടത്തില്ലെന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത്. അപ്പോൾ അത് ചിന്തിക്കാതെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കും. ഇത് പോകുന്നത് എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ ദിവസം എനിക്ക് നല്ലതായിരിക്കും, അങ്ങനെ ചിന്തിച്ച് ചെയ്യുക. പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിച്ച് ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരുന്നതായിരിക്കും. തിങ്ക് പോസിറ്റീവ് എന്ന് പറയുന്നത്, പോസിറ്റീവ്. അപ്പോൾ അത് മാക്സിമം ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് പോയിന്റും 5ാമത്തെ പോയിന്റും ഞാൻ പറഞ്ഞുതരാം. അതാണ് ഡെഡ് ലൈൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് അലസത, മടിയൊക്കെ കാരണം നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മടി വയ്യ, പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നത്തേക്ക് മാറ്റി വെക്കും. അങ്ങനെ ചിന്തിക്കാതെ ആ സാധനം അപ്പോൾ തന്നെ ചെയ്ത് തീർക്കുക. സിമ്പിളായിട്ട് അപ്പോൾ ചെയ്ത് തീർക്കുക. ഈ പറയുന്ന പോലെയല്ല റൂളൊക്കെ വെച്ച് സിമ്പിളായിട്ട് ചെയ്ത് അങ്ങ് തീർക്കുക. അതാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അങ്ങ് സ്പീഡിലങ്ങ് ചെയ്ത് തീർക്കുക. അപ്പോൾ അത് ചെയ്യാനുണ്ടെങ്കിൽ അത് ചാടി അങ്ങ് ചെയ്യുക, അല്ലാതെ ചെയ്യാതിരിക്കരുത്, മടി പിടിച്ചാതിരിക്കരുത്. അതാണ് ഡെഡ് ലൈൻ. അപ്പോൾ ലാസ്റ്റ് ഇതാണ്. അപ്പോൾ ഇത്രയും പോയിന്റാണ് നമുക്ക് വരുന്നത്, 5 പോയിന്റ്. ഇതിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക, മാക്സിമം ചെയ്യുക. അതാണ് ജീവിതത്തിൽ നല്ല മാറ്റം വരും. അപ്പം 3 ദിവസമായിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. അതാണ് ഒരാഴ്ച എന്ന് പറയുമ്പോൾ എൻ്റെ നോക്കുകയും മട്ടി പിടിച്ച് ഞാനങ്ങ് ഇരിക്കുമായിരുന്നു. ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു കുറച്ച് നാളായിട്ട്. ഇത് ചെയ്തപ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ മാക്സിമം ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നവരെല്ലാവരും ചെയ്യുക. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് പേര് കാണും. അതെ, ഈ റീൽസിനും എല്ലാത്തിനും അടിമകളായിട്ടുള്ള കുറേ ആൾക്കാർ കാണും. എല്ലാവരും മാക്സിമം ഇത് ചെയ്യാൻ നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.